ഹലോ എവരി വൺ. എഡ്യു ഡൊമൈൻ്റെ പുതിയ ഒരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന എക്കണോമിക്സിന്റെ ഒരു ക്ലാസ് ആണ്. എക്കണോമിക്സിന്റെ സീരീസ് ഓഫ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ പറയുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് കുറച്ചൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ സെറ്റ് ആയാലാണ് നമുക്ക് ബാക്കിയുള്ള മെയിൻ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ അതിന്റെ ഐഡിയാസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ എക്സാമും അത്യാവശ്യം വെയിറ്റേജ് അല്ല. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകളാണെങ്കിൽ പ്രിലിംസ് 5 മാർക്ക് ഉണ്ട്, ബാക്കിയുള്ള എക്സാമുകൾ 3ഉം. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമിന് ഓരോ ടൈപ്പാണ്. ഈ എക്സാമുകളുടെയൊക്കെ ഓരോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ട് അത് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫാക്ച്വൽ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കുറച്ചൊരു കോൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. എന്താണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്, അതുപോലെ അതിന് ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വരാനുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം എന്നുള്ളതാണ്. ഈ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ മീനിങ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു രാജ്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പല ടൈപ്പിലുള്ള റിസോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. റിസോഴ്സുകൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവും, മാൻ മെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവും. പ്രധാനമായിട്ടും നാച്ചുറൽ റിസോഴ്സ് എടുക്കാം, കാരണം അതിൽ എല്ലാ ടൈപ്പ് റിസോഴ്സും ഒറിജിൻ ചെയ്യുന്നത്. ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. അത് നമ്മൾ ഉപയോഗിക്കും തോറും എന്ത് ചെയ്യണ്ടേ, അത് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ ഈ നാച്ചുറൽ റിസോഴ്സിന്റെ ഒരു ഡിമാൻഡ്, അത് ഇതാരാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, മനുഷ്യന്മാരാണ്. അപ്പൊ മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. അതായത് അതിന് ലിമിറ്റേഷൻസ് ഇല്ല. കാരണം നമുക്ക് ഒരു സാധനം അച്ചീവ് ചെയ്യുന്ന അതിന് മുകളിലുള്ള സാധനങ്ങൾ നമ്മൾ വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു മനുഷ്യന്മാരുടെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡിമാൻഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡും ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ, മനുഷ്യന്മാരുടെ അൺലിമിറ്റഡ് ഡിമാൻഡുകളെ എങ്ങനെ മീറ്റ് ചെയ്യാം, അതായത് മനുഷ്യന്മാരുടെ അൺലിമിറ്റഡ് ഡിമാൻഡുകൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കുകയാണ്, ഒരു വർക്കിംഗ് ഡെഫിനിഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റി എടുക്കുക. ആ സൊസൈറ്റിയിൽ എന്താണ്, പല ടൈപ്പിലുള്ള വിഭാഗങ്ങളുണ്ടാവും. പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ സാധാരണ വ്യക്തികൾ ഉണ്ടാവും, പിന്നെ ഫേമുകൾ ഉണ്ടാവും, ഈ പ്രൊഡക്ഷൻ ഫേമുകൾ അല്ലാത്ത കുറെ ഫേമുകൾ ഉണ്ടാവും, ഗവൺമെന്റുകൾ ഉണ്ടാവും, മറ്റു പല ഓർഗനൈസേഷൻസ് ഉണ്ടാവും സൊസൈറ്റിയിൽ. ഈ സൊസൈറ്റി ഈ ഒരു മെമ്പേഴ്സുകളൊക്കെ അവരുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് ആ റിസോഴ്സുകളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സ് പഠിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ലിമിറ്റഡ് റിസോഴ്സുകൾ അവർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, എന്ത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും, ആ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് പ്രോഡക്റ്റുകൾ അവർ ഉണ്ടാക്കും, അത് അവിടുത്തെ ആളുകൾക്ക് ആവശ്യമുള്ളതാണോ, ഇനി അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ബേസിക്കലി പഠിപ്പിക്കുന്നത് എന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ഈ സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽ ഫേംസ് ഗവൺമെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ വിത്തിൻ അവർ സൊസൈറ്റി മൈക്ക് ചോയ്സസ്. ഇവിടെ ചോയ്സ് എന്ന് പറയുന്നത് അവരുടെ റിസോഴ്സുകൾ അവരെങ്ങനെ യൂട്ടിലൈസ്, അല്ലെങ്കിൽ അവർ എന്ത് സാധനമാണ് ചോയ്സ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ചോയ്സ് ചെയ്യുന്നു എന്ന് പറയുന്ന, സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിസോഴ്സ് ഉപയോഗിച്ച് അവർ എന്ത് സാധനം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഈ മെമ്പേഴ്സുകൾ എന്ത് സാധനമാണ് ചോയ്സ് ചെയ്യുന്നത്, ഹൗ ദിസ് ചോയ്സ് ഡിറ്റർമിൻ സൊസൈറ്റി യൂസ് ഈസ് റിസോഴ്സ്, അതിന് എങ്ങനെയാണ് ആ ചോയ്സ് അവിടെ ഡിറ്റർമിൻ ചെയ്യുക, സൊസൈറ്റി യൂസ് ഓഫ് ഈസ് റിസോഴ്സ്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് അവർ ആ ചോയ്സ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു
എന്നുള്ളതാണ് ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റ് മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യുന്നത്. ഈ മൂന്ന് ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമൽ സബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ? അത് ഒരു സൊസൈറ്റി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സബ്ജക്റ്റിന്റെ ആവശ്യമാണ്. അതിൽ ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് ഒരു സൊസൈറ്റിക്ക് അവൈലബിൾ ആയിട്ട് റിസോഴ്സ് കൊണ്ട് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റികളുടെ ഡിമാൻഡുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഫുഡ് ഡിമാൻഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ, ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് റൈസ് ആയിരിക്കും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ വീറ്റ് ആണ്, ഗോതമ്പാണ്. അപ്പോൾ ഓരോ സൊസൈറ്റിക്ക് എന്താണ് ഡിഫറെന്റ് ഡിമാൻഡുകളാണ്. അപ്പോൾ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അവർ അവൈലബിൾ റിസോഴ്സ് കൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ മെഷീനറികൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യോ, പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യോ, ഹ്യൂമൻ ലേബർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ വോം ടു പ്രൊഡ്യൂസ്, ആര് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക അതോറിറ്റികൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ചെയ്യോ, അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾ ചെയ്യോ. ഇങ്ങനെ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നത്. ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമൽ സബ്ജക്റ്റ് വന്നത് തന്നെ. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റ് അഡ്രസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമന്റെ ആവശ്യങ്ങൾ എങ്ങനെ ഈ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് മീറ്റ് ചെയ്യും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് ബ്രാഞ്ചുകൾ എക്കണോമിക്സ് രണ്ട് ബ്രാഞ്ചുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മൈക്രോ ഇക്കണോമിക്സ്, രണ്ടാമത് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക്സിലെ ഓരോ പ്ലേയേഴ്സിനെ, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അത് എന്ത് സാധനമാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അവരെന്ത് സാധനം അല്ലെങ്കിൽ എന്ത് സാധനമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയാണ് ശരിക്കും മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എക്കണോമി എങ്ങനെ വർക്ക് ആവുന്നു, അതായത് ഒരു ടോട്ടൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ എങ്ങനെ ഉണ്ടാവുന്നു, ആ ഇഷ്യൂസിനെ എങ്ങനെ സോൾവ് ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു എക്കണോമിയിൽ ഇൻഫ്ലേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവാം, ആ ഇൻഫ്ലേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇനി ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, അത് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 18th സെഞ്ചുറിയുടെ ഒരു സെക്കൻഡ് ഹാഫിലാണ് ഒരു ഫോർമൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നത്. ആ കാലഘട്ടത്തിൽ ആഡം സ്മിത്തിന്റെ ഒരു ബുക്ക് ഉണ്ടായത് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന, ആ ബുക്കിൽ പറയുന്ന ഐഡിയോളജിനെ ബേസ് ചെയ്തിട്ടാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്കണോമിയിലെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സുകൾ എങ്ങനെയാണ് ഒരു എക്കണോമിയിൽ ആക്ട് ചെയ്യുന്നത്, അവർ എന്ത് സാധനമാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ആ ഒരു ജോഗ്രഫിക് റീജിയൻ എന്ത് സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എന്തൊക്കെ കാരണങ്ങൾ ആക്ട് ചെയ്യുക, അങ്ങനെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയാണ് ശരിക്കും ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഒരു മൈക്രോ എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ലോകത്ത് നോക്കുകയാണെങ്കിൽ പല സമ്പത്ത് വ്യവസ്ഥകളും ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥകളാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആഡം സ്മിത്ത് മുന്നോട്ട് വെക്കുന്ന രണ്ട് തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ മൈക്രോ എക്കണോമിക്സ് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ്. അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി യാതൊരുവിധ ഇന്റർഫിയറൻസും ഇല്ല. അവിടെ ആ ഒരു പിന്നെ അവിടുത്തെ എക്കണോമിക്സിലെ ഓരോ പ്ലേയേഴ്സും ആ എക്കണോമിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആക്ട് ചെയ്യും. അവിടെ എന്താണ് യാതൊരുവിധ റെഗുലേഷൻസും ഇല്ല എന്നാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ 20th സെഞ്ചുറിയിലെ ആദ്യ കാലഘട്ടത്തിലേക്ക് ആയപ്പോൾ എന്താണ് ഈ ക്യാപിറ്റലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ തകരാൻ കാരണമായി.
അവിടെയാണ് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ റോൾ, ഒരു എക്കണോമിക് സെൻട്രൽ അതോറിറ്റിയുടെ റോളുകൾ വരുന്നത്. ആ കാലഘട്ടം മുതലാണ് ഈ മിക്സ്ഡ് ഇക്കണോമികൾ വളർന്നു തുടങ്ങിയത്. ഈ മിക്സ്ഡ് എക്കണോമികൾ പ്രധാനമായിട്ടും ഈ മാക്രോ എക്കണോമിക്സിന്റെ ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യും ഈ മിക്സഡ് എക്കണോമികൾ വന്നിട്ടുള്ളത്. അതായത് അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആരെടുക്കും? ഈ സെൻട്രൽ അതോറിറ്റികൾ എടുക്കും. അല്ലാത്ത കാര്യങ്ങൾക്ക് ഈ പ്രൈവറ്റ് എന്റർപ്രൈസുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതാണ് ഒരു മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. പബ്ലിക്കും പ്രൈവറ്റും ഒരേപോലെ പോകുന്നത് എന്നുള്ളത്. ഈ മൈക്രോ ഇക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ രണ്ട് ടേമിനോളജികൾ കോയിൻ ചെയ്ത വ്യക്തിയാണ് റാഗ്നർ ഫ്രിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു നോർവീജിയൻ ഇക്കണോമിസ്റ്റ് ആണെന്ന് പറയും. അപ്പൊ ആ വ്യക്തിയാണ് ഈ രണ്ട് ടേമിനോളജികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ടേമിനോളജികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ റാഗ്നർ ഫ്രിസ്റ്റ് എന്ന നോർവീജിയൻ എക്കണോമിസ്റ്റ് ആണ്. ഇനി മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിയിലെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേമുകൾ ഒരു എക്കണോമിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് ഇവിടെ ഒരു നാരോ സ്റ്റഡിയാണ്. ഇവിടെ എക്കണോമിക്സിലെ ഒരു നാരോ സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിയുടെ മൊത്തത്തിൽ പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് എക്കണോമി വൈഡ് ഫിനോമിന. അത് ഒരു എക്കണോമി മൊത്തത്തിൽ ഉണ്ടാകുന്ന ഫിനോമിന എങ്ങനെ ഉണ്ടാകുന്നത്, അതിൽ മൊത്തത്തിലുള്ള സ്റ്റഡിയാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ഡിഫറൻസ് നോക്കാം. ഈ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും നമ്മളെ ഡിഫറൻസ് നോക്കാം. ഇനി ഈ മാക്രോ എക്കണോമിക്സിന്റെ ഒരു ഐഡിയോളജിക്ക് മുന്നോട്ട് വെക്കുന്ന ഒരാള് എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കീൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിന്റെ ഐഡിയോളജികൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മെയ്നാർഡ് കീൻസ് ആണ്. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷലാണ്. കാരണം ഇനീഷ്യൽ, അതായത് ആദ്യ കാലഘട്ടത്തിൽ ഈ ആഡം സ്മിത്തിന്റെ ഒക്കെ സമയത്തുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ മൈക്രോ എക്കണോമിക്സിന്റെ ഇനീഷ്യൽ. ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കുറെ കാലം കൊണ്ട് ഇവോൾവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിൽ ആദ്യ കാലത്തെ ഒരു വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. അതുകൊണ്ട് അദ്ദേഹം ഈ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇനി ഈ മാക്രോ എക്കണോമിക്സിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് എക്കണോമിയെ മൊത്തത്തിൽ സ്റ്റഡി ചെയ്യാൻ. അതിപ്പോ ഇത് ഇന്ത്യൻ എക്കണോമിയാണ്. ഈ ഇന്ത്യൻ എക്കണോമി മൊത്തത്തിലാണ് അവിടെ മാക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. അത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവുന്ന ഫിനോമിനകൾ എന്തൊക്കെയാണ്, ആ ഒരു ഫിനോമിന ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോ ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഒരു ടെലികോം കമ്പനി ഉണ്ട്. ഈ ടെലികോം കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നു, അവിടെ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇറക്കുന്നത്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഫേമുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ആസ്പെക്ട് ആണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സ്കോപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ടോട്ടൽ എക്കണോമി ഒരു ബ്രോഡാണ്. ഈ മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്, ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതാണ്. പക്ഷെ മൈക്രോ എന്ന് പറയുന്നത് നാരോ ആണ്. അതായത് സിംഗിൾ പ്ലേയേഴ്സിനെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നാരോ ആണ് എന്ന് പറയും. അതായത് മൈക്രോ നാരോ ആണ്, മാക്രോ ബ്രോഡാണ് എന്നതാണ്. ഇനി മാക്രോ എക്കണോമിക്സിലൊക്കെ ഒരു കീ ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു രാജ്യത്തിന്റെ മൊത്തം ജി ഡി പി ഗ്രോത്ത് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, അങ്ങനെ മൊത്തത്തിലൊരു എക്കണോമിയുടെ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ മാക്രോ എക്കണോമിക്സ് നോക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതിപ്പോ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ ഫേം ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ സാധനത്തിന് എക്കണോമിയിൽ ഡിമാൻഡ് വേണം. ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുള്ളൂ, സാധനം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത് അതിന്റെ പ്രൈസ്, പിന്നെ അവർക്ക് കിട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുടെ സപ്ലൈ, ഇതൊക്കെ വെച്ചിട്ടാണ് അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് പ്രധാന കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡെസിഷൻ മേക്കേഴ്സ് ഒക്കെയാണ് ഈ മാക്രോ എക്കണോമിക്സിലാണെങ്കിൽ ഒരു ടോട്ടൽ എക്കണോമിയാണ്, അതിന് സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും. ഒന്നെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതോറിറ്റികളായിരിക്കും. മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിരിക്കും, ഹൗസ് ഹോൾഡ്, അതായത് സാധാരണ വ്യക്തികളായിരിക്കും,
അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എത്തും അവിടെ എന്നുള്ളതാണ്. ഇനി മാക്രോ എക്കണോമിക്സിന്റെ ഒരു സ്റ്റഡി അപ്രോച്ച് എന്ന് പറയാൻ ടോപ്പ് ഡൗൺ ആണ്. അതായത് ഒരു ടോപ്പിൽ നിൽക്കുന്ന അതോറിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അവരെടുക്കുന്ന ഡെസിഷൻസിനെ ബേസ് ചെയ്തേക്കും എക്കണോമിയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ആവുക. മൈക്രോ എക്കണോമിക്സ് ബോട്ടം അപ്രോച്ചാണ്. അത് എക്കണോമിയുടെ ഉള്ളിലെ ഓരോ പ്ലേയേഴ്സിനെയും കുറിച്ച് പഠിക്കുന്നു, അത് എക്കണോമിയിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള ബോട്ടം അപ്പ് അപ്രോച്ചാണ് എന്ത് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളിലോട്ട് പോവാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ നോക്കാം, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ. അതിൽ ഫസ്റ്റ് നോക്കാനുള്ള ഒരാളാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തെ പറയുന്നത് മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്നാണ്. കാരണം നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ഒരു മോഡേൺ എക്കണോമിക്സിന്റെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്, ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. അതായത് ഒരു എക്കണോമിക്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ള ഓരോ ഡെസിഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നാഷൻ. വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ഫോമൽ എക്കണോമിക്സ് ഒക്കെ ബിൽഡ് ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് തിയറികളാണ് ലൈസസ് ഫെയർ തിയറി, ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് തിയറി. ഈ രണ്ട് തിയറികളും നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തൊരാളാണ് ജോൺ മെയ്നാർഡ് കീൻസ് എന്ന് പറയുന്നത്. അതായത് ഇതെന്താണ് മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്നാണ്. അതായത് ആഡം സ്മിത്ത് ഒക്കെ വന്ന സമയത്ത് എന്താണ് അദ്ദേഹം പുതിയൊരു എക്കണോമിക്സ് അടിത്തറ ഭാഗമാണ് ചെയ്തത്. ആ എക്കണോമിക്സ് അടിത്തറവാക്കി അദ്ദേഹത്തിന്റെ തിയറിനെ ബേസ് ചെയ്തിട്ട് വന്ന എക്കണോമിക് സിസ്റ്റങ്ങളാണ് എന്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല, കാര്യങ്ങൾ തീരുമാനിക്കാൻ സെൻട്രൽ അതോറിറ്റി ഇല്ല. ഇൻഡിവിജ്വൽസ് ആ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവർക്ക് എന്താണ് എന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ അത് പിൽക്കാലത്ത് കുറച്ച് ഫെയിലർ ആയി. അപ്പൊ ആ ഫെയിലിയറിന് മറികടക്കാൻ വേണ്ടി പുതിയൊരു തിയറി വന്നു. അതായത് എക്കണോമിയിൽ ആര് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം, ഒരു സെൻട്രൽ അതോറിറ്റി എടുക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ കൊണ്ടുവന്ന പുതിയൊരു എക്കണോമിക് തിയറികളാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ദ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് ദ പീസ്. ഈ രണ്ട് ബുക്കുകളിലൂടെയൊക്കെ പ്രധാനമായിട്ടും ഒരു മാക്രോ എക്കണോമിക്സ് തിയറികളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ ഇന്ത്യൻ എക്കണോമിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നതാണ് ആര്, ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഇക്കണോമിയുടെ ഒരു കണ്ടീഷൻ കുറച്ചും സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത് ആളുകളിലേക്ക് ഇന്ത്യൻ ഇക്കണോമിയുടെ കണ്ടീഷൻ എത്തിച്ച ഒരു വ്യക്തിയാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ അനലൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ് ഡ്രൈൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത്. അത് ഭയങ്കര ആ കാലഘട്ടത്തിൽ അത് ഭയങ്കര ഫെയിമാണ്. അപ്പൊ അന്ന് ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇന്ത്യൻ എക്കണോമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് സിസ്റ്റത്തിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള ആദ്യകാല നേതാവൊക്കെയാണ് INC-യിൽ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്, ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ബുക്കിലൂടെയാണ് അദ്ദേഹം ഡ്രൈൻ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. ഡ്രൈൻ തിയറി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണ് 3 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഒന്ന് 1886 കൽക്കട്ട സെഷൻ, 1893 ലാഹോർ സെഷൻ, 1906 കൽക്കട്ട സെഷൻ. പിന്നെ ഇദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പറാണ് റാസ്റ്റ് ഗോഫ്താർ ദ ട്രൂത്ത് ടെല്ലർ എന്നത്.
അത് 14 ദിവസം കൂടുമ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. 1851 എന്ത് ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ദാദാഭായ് നവറോജിയെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇനി നമ്മൾ ഇത്രയും നേരം എന്താണ് ഇക്കണോമിക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇക്കണോമി. രണ്ട് ടേമും ഡിഫറൻ്റ് ആണ്, രണ്ട് ടേമിന്റെ ആസ്പെക്റ്റുകൾ ഡിഫറൻ്റ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കുറെ തിയറികൾ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് എവിടെ ചെന്നാലും ഈ തിയറികൾ സെയിം ആയിരിക്കും. പക്ഷേ ഈ തിയറികൾ ഡിഫറൻറ്റ് സ്ഥലത്ത് അപ്ലിക്കേഷൻ ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലായിരിക്കും. അതായത് ഈ എക്കണോമിക്സ് തിയറി US എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ സൊസൈറ്റിയുടെ കണ്ടീഷൻസും ഡിമാൻഡ്സ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അതേപോലെ ഈ എക്കണോമിക് തിയറി ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് ഇന്ത്യൻ സൊസൈറ്റിയുടെ കണ്ടീഷൻസും ഇന്ത്യൻ സൊസൈറ്റി ഡിമാൻഡുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എല്ലാവരും സെയിം ആണെങ്കിലും ഇതിന്റെ തിയറികൾ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ ഇക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ എക്കണോമിക് പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രാക്ടിക്കൽ ആവുന്നു എന്നുള്ളതാണ് ശരിക്കും ഇക്കണോമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയയുടെ കൂടെ എക്കണോമിക്സ് എന്ന് പറയുന്ന പകരം ഇക്കണോമി എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഇക്കണോമി, US ഇക്കണോമി എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ ഓവർ വേൾഡിന്റെ കാര്യം എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്കണോമിക് സിസ്റ്റങ്ങളെ ബ്രോഡ്ലി മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് ആ ഇക്കണോമിയിൽ ആരാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിന്റെ ബേസിലാണ് ഈ ഇക്കണോമികൾ വന്നിട്ടുള്ളത്. അതിലൊന്നാണ് കമാൻഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. കമാൻഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റി ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത് അവിടെ സെൻട്രൽ അതോറിറ്റി ആബ്സെന്റ് ആണ്, അവിടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ഈ മേലെ പറഞ്ഞ രണ്ട് എക്കണോമിയുടെയും നല്ല വശങ്ങൾ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് എക്കണോമിയുടെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു, എന്താണ് ഇക്കണോമി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്പ് കമാൻഡ്, മാർക്കറ്റ്, മിക്സഡ് എക്കണോമി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം, മറ്റു ബേസിക് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് കിടക്കാം. ഈ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.